ഒരു ദൈവവചന ഭാഗം വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വേഗത്തിൽ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ ആരെങ്കിലും മൈക്കിലൂടെ ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചു തരുവാൻ ദൈവനാമത്തെ ഓർപ്പെടുത്തുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെ. മൈക്കിലൂടെ ഒന്ന് വായിച്ചു തന്നാൽ വളരെ സന്തോഷം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2026 ഈ പ്രാരംഭ ആഴ്ചയിൽ നമ്മുടെ ജനറൽ കൺവെൻഷന്റെ അവസാന ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ നൽകുന്ന ഏറ്റവും പരമപ്രധാനമായ സന്ദേശം ഈ വായിച്ച ദൈവവചന ഭാഗമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ ബദ്ധതയോടുകൂടി പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പദം പറയുമ്പോൾ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുടെ പ്രധാന കാരണം ഈ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ മാഹാത്മ്യം എന്താണെന്നുള്ള തിരിച്ചറിവില്ലായ്മയാണ് നമ്മുടെ പതനത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം. പ്രൈസ് ദി ലോർഡ്. നാം ഇന്നലെ കേട്ടതുപോലെ ആത്മീയ ലോകത്ത് ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് ഉപദേശങ്ങളും സത്യത്തിന് വിരോധമായുള്ള പ്രവൃത്തികളുമായി ഇന്ന് ആത്മീയ ലോകത്തെ വല്ലാത്തൊരു മായാ വലയത്തിനകത്ത് പെടുത്തിയിരിക്കുമ്പോൾ സത്യവചനത്തിലേക്ക് നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ, സഭയെ, ശുശ്രൂഷക വൃന്ദങ്ങളെ മാറ്റി നിർത്താൻ കഴിയാത്തതിൻ്റെ പരാജയമാണ് ഇന്ന് കേരളത്തിൽ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ആത്മീയതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്ന് എന്താണ് ദൈവവിളി എന്ന് പോലും തിരിച്ചറിയാത്ത വിശ്വാസ സമൂഹവും ഒരു തലമുറയും. ഞാൻ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഗ്ലോബൽ മിഷൻ ഇന്ത്യ പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് യുവജന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, സൺഡേ സ്കൂളിന് വേണ്ടി, സഭകളുടെ ആത്മീയ പുരോഗമനത്തിന് വേണ്ടി ബൃഹത്തായ ദിനങ്ങളുടെ ക്യാമ്പുകൾ, മഹത്തായ കൺവെൻഷൻ പ്രോഗ്രാമുകൾ, വിവിധ നിലവാരത്തിലുള്ള ആത്മീയ കൂട്ടായ്മ യോഗങ്ങളൊക്കെ നടത്തിയ ഒരു കാലഘട്ടം. ഇതെല്ലാം ചെയ്തിട്ടും, ഇത്രയേറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടും ഇന്നും നമ്മുടെ തലമുറകളെ ആത്മീയ രംഗത്ത്, ശുശ്രൂഷ രംഗത്ത് കാണുവാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. അധ്വാനിച്ചതിന് കയ്യില്ല, കണക്കില്ല, പ്രവർത്തിച്ചതിനൊന്നും സമയമില്ല, സാമ്പത്തികമായി ചെലവഴിച്ചതിന് കണക്കില്ല. പക്ഷേ ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ കൈപിടിച്ച് നടത്തുവാൻ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ കഴിവുള്ള തലമുറകൾ എഴുന്നേൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഈ 2026 ദൈവവിളിയുടെ മാഹാത്മ്യം എന്താണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രായ്ക്ക് 40 വട്ടവും നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരാണ്. കാരണം സ്തോത്രം പറയുന്നതിനും കർത്താവിനെ വിളിക്കുന്നതിനും നമ്മളൊട്ടും പുറകിലല്ല. പക്ഷേ വിളിയെക്കുറിച്ചുള്ള ചിന്ത ആർക്കുമില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ ഒരു 56 തവണ നമ്മൾ കർത്താവിനെ വിളിച്ചിരിക്കും, അല്ലേ? ആമേൻ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ കർത്താവേ, ആമേൻ കർത്താവേ സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആമേൻ നിനക്കായി സ്തോത്രം കർത്താവേ എന്ന് തുടങ്ങി ഒരു പ്രാർത്ഥന അവസാനിക്കുമ്പോൾ 50-ലധികം 100-ലധികം തവണ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, സ്വർഗസ്ഥ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും നമ്മുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നിടത്തല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം എന്താണെന്നോ, ദൈവ ഇഷ്ടം എന്താണെന്നോ, ദൈവത്തിന്റെ മനസ്സെന്താണെന്നോ, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നോ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ദൈവത്തിന് നമ്മോട് ഈർഷ്യയാണ്, ദൈവത്തിന് നമ്മോട് പിണക്കമാണ്. കാരണം ദൈവത്തിന്റെ പ്ലാനിലോ ദൈവത്തിന്റെ പദ്ധതിയോടോ ഒരല്പം പോലും അടുത്തു വരാൻ കഴിയാതെ എങ്ങോ മാറി നിന്നുകൊണ്ട്, ദൂരത്ത് മാറി നിന്നുകൊണ്ട് ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് വെറുതെ വാ കൊണ്ട് പറയുന്നതല്ലാതെ ഒരു ചെറുവിരൽ കൊണ്ട് പോലും ദൈവഹിതം അന്വേഷിക്കാനോ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാനോ ദൈവത്തെ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു ആത്മീയ ലോകമായതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് തകർച്ച സംഭവിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 2026 ഗ്ലോബൽ മിഷൻസ് ഇന്ത്യ ഇവിടെ ക്രമീകരിച്ച ജനറൽ കൺവെൻഷന്റെ അവസാനത്തെ ദിനത്തിൽ ഈ പൊതുസഭായോഗത്തിന് വിളിച്ചു പറയുന്നു, ഇതിനൊരു മാറ്റം സംഭവിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇതിനൊരു മാറ്റം വരണം. വെറും ഒരു വാ കൊണ്ട് വിളിക്കുന്നതിനല്ല, വെറുതെ സ്തോത്രം പറയുന്നതിനല്ല. അവൻ നാം ദൈവത്തിന്റെ പദ്ധതികൾക്ക്, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരണമെന്നും ചുവടുകൾ വെക്കുന്നവരായി ഈ 2026 നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇപ്പൊ കർത്താവ് പറയുന്നത് നമ്മൾ ആരും ചെയ്യുന്നില്ല. എബ്രായർക്ക് ലേഖനം 8-7 ആമേൻ 7 മുതൽ 13 വരെയും വായിക്കട്ടെ. സമയം പരിമിതമായതുകൊണ്ട് വായിപ്പിക്കേണ്ടതാ, പക്ഷെ വായിപ്പിക്കുന്നില്ല. യെരമ്യാ പ്രവചനം 31 മുതൽ 34 വരെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അവ 2 നിയമങ്ങളെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. 2 നിയമങ്ങളെ കുറിച്ച് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ 2 നിയമങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പെട്ടെന്ന് പറയും അതിനെ പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുതിയ നിയമമെന്നും എന്താണ് പഴയ നിയമമെന്നോ എന്താണ് പുതിയ നിയമമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയ്ക്കും അറിയത്തില്ല, ഇന്ന് ഒട്ടനവധി പാസ്റ്റർമാർക്കും അറിയത്തില്ല. സത്യമാ പറയുക. എന്താണ് പഴയ നിയമമെന്നോ പുതിയ നിയമമെന്നോ? അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും എന്താണെന്ന് അറിയാതെ കളിക്കുക. ആമേൻ. ഗലാത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ ആമേൻ മനുഷ്യന് ഗുണകരമായ ഒന്ന് പഴയതിലുണ്ടായിരുന്നെങ്കിൽ പുതിയതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല എന്ന് വളരെ വ്യക്തമായി പറയുക. എന്ന് പറഞ്ഞാൽ പഴയതിന് എന്തോ സംഭവിച്ചത് കൊണ്ട് പുതിയതിൻ്റെ ആവശ്യകത പോലും വന്നത്. ഒരു പുതിയൊരു നിയമം എഴുതിയിട്ട് പറയുകയാണ്, അവൻ പഴയതിന് അവൻ എന്തോ പരാജയം സംഭവിച്ചത് കൊണ്ട് പുതിയ ഒരു നിയമം ഞാൻ നിങ്ങൾക്ക് വെച്ചു. പക്ഷേ പഴയതിലും പുതിയതിലും മാറാൻ നിൽക്കുന്ന ഒരു നിയമമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? പഴയതായാലും പുതിയതായാലും ദൈവം സ്ഥിരമാക്കിയിരിക്കുന്ന ഒറ്റ നിയമമുണ്ട്, വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. എന്റെ സർവശക്തനായ ദൈവം സ്വർഗത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൂതന്മാരുമായി പരിലസിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ അന്ന് ദൈവത്തിന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ ദൂതന്മാരുടെ പാപ ലംഘനത്താൽ, ദൈവത്തിന്റെ വാക്കുകളുടെ ലംഘനത്താൽ ഉണ്ടായ ലംഘനത്തിൽ അവൻ ദൈവം ഒരു പുതിയ തീരുമാനമെടുത്ത് ഭൂമിയിൽ മനുഷ്യരെ ഉണ്ടാക്കിയവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹയായി മാറിയെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഒരു പുതിയ പദ്ധതി തുടങ്ങുവാൻ ദൂതന്മാർക്ക് കൊടുക്കാത്ത മഹാസ്ഥാനം അവൻ ദൈവം തന്റെ പുത്രന്മാർക്ക് കൊടുക്കുവാൻ തീരുമാനമെടുത്ത് ഭൂമിയിൽ മനുഷ്യരെ ഉണ്ടാക്കി ഒരു പുതിയ പദ്ധതി ആരംഭിക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ ഹിതമർമ്മത്തെ, ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് ഇന്നതെല്ലാം മറന്നിട്ട് കേവലം ഒരു ആമേൻ രോഗസൗഖ്യവും, കേവലം 2 തുള്ളലും 2 ചാട്ടവും 2 പ്രാർത്ഥനയും ആമേൻ കുറച്ച് മറിഞ്ഞ വീഴലും കുറെ തുള്ളിച്ചാട്ടവും ഒക്കെ മാത്രമാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞ് അവസാനിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ഈ ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ബൈബിൾ പറയില്ല, കണ്ണടച്ചിരിക്കുന്ന പ്രവാചകൻ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ കണ്ണടച്ചുകൊണ്ട് 2 വാക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എത്ര പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മളത് കേട്ട് അത് സൂക്ഷിക്കുക, നടന്നാലും നടന്നില്ലെങ്കിലും. 2025 നിനക്കുള്ള വാഗ്ദത്തങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ നടക്കുമെന്ന് പറയുന്നത് നടക്കാതിരിക്കുന്നത് 2026 നിനക്ക് ഇവിടെ തുറക്കുമെന്ന് പറഞ്ഞേച്ചാൽ മതി. എന്ത് തുറന്നെന്നോ തുറന്നില്ലെന്നോ അറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതിൽ തൃപ്തരാണ്, നമ്മളതിൽ സന്തോഷവാന്മാരാണ്. പക്ഷെ തിരിച്ചറിയണം, ഈ ലോകത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഗതികളല്ല കാരണം. എഫേസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാപദ്ധതിയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കാലസമ്പൂർണതയെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലെ
പദ്ധതിയെ മറന്നിട്ട് പ്രസ്ഥാനങ്ങളും നമ്മുടെ ആരാധനകളുമെല്ലാം സ്വയവൽക്കരിക്കപ്പെട്ട് നിലവാരത്തിലും കണ്ട് അതിന്റെ പ്രാഗാത്ഭ്യത്തെയും മഹത്വത്തെയും കളഞ്ഞ് അതിൽ ആത്മാവ് വിളിച്ചു വേർതിരിക്കപ്പെട്ടവനെ തിരിച്ചറിയാൻ കഴിയാതെ ശുശ്രൂഷകളെയും സഭാ മണ്ഡലങ്ങളെയും സംഘടനകളെയും മറന്ന് സ്വയവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയത് കൊണ്ട് പ്രസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി. സ്തോത്രം, ഹല്ലേലൂയ. പണ്ടൊരു ചൊല്ലിങ്ങനെയുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തുവാ, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണിലെ എന്താ കണ്ണീരൊഴിയരുത് എന്ന് പറഞ്ഞാൽ, സഹോദരൻ ചത്താലും കുഴപ്പമൊന്നുമില്ല, നാത്തൂൻ്റെ കണ്ണിലെ കണ്ണീരൊരിക്കലും തീയില്ലേ. പിന്നെ അത് അവൾ കരഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ ആങ്ങളെ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ ഇത് തന്നെ. ഇത് നശിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാനൊട്ട് വിടത്തുമില്ല അല്ലേ. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വേറൊരു ചൊല്ല് പറയും, പട്ടി തൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തും ഇല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കഴിവുള്ളവരെ കരം പിടിച്ചുയർത്തത്തുമില്ല, എന്താ ഒട്ട് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ ചെയ്യത്തുമില്ല. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം, നമ്മുടെ പ്രസ്ഥാനത്തിൽ 2026 ഒരു മാറ്റം വരണം. അതിന്റെ തുടക്കമാണ്. സ്തോത്രം. ഈ ജനറൽ കൺവെൻഷനോട് അതിനൊരു തുടങ്ങാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം പറയുക, യെശയ്യാ പ്രവചനം 29-13 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റിയിരിക്കുന്നു. അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ കൽപ്പനകൾ അത്രേ. സ്തോത്രം അല്ലേ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കർത്താവിന്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. കർത്താവേ, പാട്ടൊക്കെ എഴുതും, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ അല്ലേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എഴുതാനൊക്കെ എളുപ്പമാണ്, എഴുതാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ചങ്കാകണം, അമൃതാകണം, അഴകാകണം. പ്രൈസലോ. പാട്ടെഴുതാൻ ഒരു പഞ്ഞൊന്നുമില്ല ഇപ്പോഴത്തെ. പ്രൈസലോ അല്ലേ. ഇപ്പൊ പിന്നെ മ്യൂസിക് ഇട്ടിട്ടാ പാട്ട് ചെയ്യുന്നത്, പണ്ട് പാട്ട് ഉണ്ടാക്കിയിട്ടാ മ്യൂസിക് ഉണ്ടാക്കുന്നത്. സ്തോത്രം. ഇപ്പം മ്യൂസിക് കീബോർഡ് അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പാട്ട് ഉണ്ടാക്കിയെടുക്കുക. പണ്ട് അങ്ങനെയല്ല, പാട്ട് എഴുതിയിട്ട് അതിനെ മ്യൂസിക് ചെയ്യുക എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് എഴുതാൻ എളുപ്പമാ. പക്ഷെ ഞാൻ പറയാം, അധരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ടോ, അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു പറഞ്ഞത് കൊണ്ടോ, ഞങ്ങളുടെ ഏറ്റവും അരുമനാഥനായ കർത്താവ് എന്ന് വായു കൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പക്ഷേ അവർ അധരം കൊണ്ട്, യെശയ്യാ പ്രവചനം പറയുകയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും ദൂരത്തകറ്റിയിരിക്കുന്നു. സ്തോത്രം അല്ലേ. അതായത് മിഴി ഇങ്ങും മനം അങ്ങും എന്ന് പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് വളരെ അകലെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ മഹാസംഭവത്തെ, അല്ലെങ്കിൽ ദൈവം പ്ലാനിട്ട പദ്ധതിയെ ഓർക്കാതെ, ദൈവ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാതെ മാനുഷിക കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ശുശ്രൂഷകരുടെ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചലനമായതുകൊണ്ട് ദൈവത്തിനോട് ഒന്നും പ്രവർത്തിക്കാനില്ല. ആത്മാവ് വന്ന് നോക്കിയിട്ട് ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ മാറി നിൽക്കുക. കാരണം മനുഷ്യന്റെ പ്രവൃത്തികളല്ലേ നിറഞ്ഞു കിടക്കുന്നത്. മനുഷ്യന്റെ പ്രവൃത്തികളാണ് നിറഞ്ഞു കിടക്കുന്നത്. ആത്മാവിന് പ്രവർത്തിക്കാൻ ഒന്നുമില്ല. ആത്മാവിന്റെ പ്രവൃത്തി നമുക്കാകെ പറയാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, കുറച്ച് അന്യഭാഷയും കുറെ ബഹളവും. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ ആത്മാവിന്റെ പ്രവൃത്തി എന്താണെന്ന് പഠിച്ചു നോക്കണം. അപ്പോഴേ ആത്മാവിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. ആത്മാവ് എന്തിനാണ് വന്നെന്ന് പോലും ആർക്കും അറിയത്തില്ല. ചിലർ ധരിക്കുന്നത് ആത്മാവ് വന്നത് കുറച്ച് അന്യഭാഷ പറയാൻ വേണ്ടിയാണെന്ന്. നോ, ആത്മാവിന് ചിലത് ചെയ്യാനുണ്ട്. ആത്മാവ് വന്നത് വീണ്ടും ജനനം നൽകാനാണ്. സ്തോത്രം. ഞാൻ കമ്പി വാചകത്തിൽ പറഞ്ഞു പോകാം. അപ്പോൾ റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. എങ്ങനെയുണ്ട്?
പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പറയാം, ഞാൻ ദയവായിട്ട് പറയാം. ആമേൻ. എന്താ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. ആരാധനയ്ക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? ബുദ്ധി വേണോ? അല്ലേ, ബുദ്ധിയുള്ള ആരാധന ആണോ? നമ്മുടെ ആരാധനയ്ക്ക് എന്ത് വേണം? ബുദ്ധി വേണം. ബുദ്ധിയോടെ ആരാധിക്കണം. ബുദ്ധി കെട്ട് ആരാധിക്കരുത്, ബോധം കെട്ട് ആരാധിക്കരുത്. പ്രൈസല്ലോ. അപ്പോൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിചാരം ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് പെട്ടെന്നൊരു കീബോർഡൊക്കെ വായിച്ച് 2-3 പേര് ഫ്രണ്ടിൽ വന്നത് പാടി കൈയടിച്ച് നമ്മളെല്ലാവരും കൂടി പാട്ട് പാടുന്നതാണ് ആരാധന എന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് ചിലർ പറയും ഇന്നത്തെ ആരാധന അത്ര പോരാ. ചിലപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇന്നത്തെ ആരാധന അത്ര പോരാ. പോരാ. എന്താ കാരണം അറിയുമ്പോൾ, നമ്മുടെ മനസ്സിൻ്റെ ചിന്ത പാട്ട് പാടുന്നതാണ് ആരാധന എന്നാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ചോദ്യം. അന്ന് ഏനോഷിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തുള്ള ആരാധന തുടങ്ങി എന്നൊക്കെ പറയും. അവിടെ ഏത് പാട്ട് പാടി ആരാധിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സ്വത്രം. എത്ര പേര് അന്ന് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ട് പാടിയെന്ന് അറിയാൻ പാടില്ല. എത്ര പേര് അന്ന് തമ്പേറടിച്ചെന്ന് അറിയാൻ പാടില്ല. ഈ അബ്രഹാമിൻ്റെ കാലത്ത് ആരാധിച്ചപ്പോഴേ. അപ്പോൾ ഈ ആരാധന എന്ന് പറയുമ്പോൾ ചിലരുടെ ധാരണ ഇന്നത്തെ തമ്പേറടിച്ചുള്ള ആരാധനകൾ പാട്ടും പാടുന്നതും തുള്ളുന്നതുമാണ് ആരാധന എന്നൊരു വിചാരമുണ്ട്. ആരാധന എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോൾ ഞാൻ സച്ചിൻ്റെ ആരാധകനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തമ്പേറെടുത്തുകൊണ്ട് പോയി സച്ചിൻ്റെ മുമ്പ് ചെന്ന് പാട്ടുപാടി അടിച്ചതല്ല, അല്ലേ? ഇവിടുത്തെ ഫിലിം സ്റ്റാറിൻ്റെ ആരാധകനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ എന്ന് പറഞ്ഞാൽ, അതിനെ ഇമിറ്റേഷൻ എന്ന് പറയും. എന്താണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? അനുകരിക്കുക എന്ന് പറയും. ആരാധന എന്ന് പറഞ്ഞാൽ അനുകരിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവശക്തനായ ദൈവത്തെ, അവൻ നമുക്ക് തന്ന പുത്രനായ ക്രിസ്തുവിനെ അനുകരിക്കുന്നതാണ് ആരാധന. അവനെപ്പോലെ ജീവിക്കുന്നതാണ് ആരാധന. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ പ്രവൃത്തികളെ മാറ്റി, എൻ്റെ രീതികളെ മാറ്റി യേശുവിനെ പോലെ, ഹല്ലേലൂയ, പിതാവാം ദൈവത്തിനെ പോലെ, അവനെ പോലെ നടക്കാൻ, അവനെ പോലെ ചരിക്കാൻ, അവനെ പോലെ സംസാരിക്കാൻ, അവനെ പോലെ പെരുമാറാൻ, അവനെ പോലെ പ്രവർത്തിപ്പാൻ എടുക്കുന്ന തീരുമാനത്തിന്റെ പേരാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ആരാധന, അല്ലേ? ചിലർ പറയുമല്ലോ, ചിലർ ഞങ്ങൾ സാധാരണ ഈ ദൂരയാത്ര ചെയ്യുന്ന പാസ്റ്റർമാരെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയാൽ അവിടെ പെന്തക്കോസ്തുകാരാണ് ജോലിക്ക് നിൽക്കുന്നതെങ്കിൽ ആ വരുന്ന പെന്തക്കോസ്തുകാരെ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാറില്ല. ഇവരൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ നേഴ്സുമാരുണ്ട് നമ്മുടെ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ, ഇഷ്ടംപോലെ അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരുള്ള ഹോസ്പിറ്റലൊന്ന് പോയി നോക്കണം, ഏറ്റവും പ്രശ്നം ഇവരാണ്. ഇവരെ ഹെഡ് വെയിറ്റ് കാണണം. എന്തറിയാം, ഇവരെ പെരുമാറ്റം നേഴ്സിങ്ങിൻ്റെ ഈ എനിക്കൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാം. നിങ്ങൾ നേഴ്സിങ്ങിനെ അടിച്ചധിക്ഷേപിക്കുകയല്ല, പക്ഷേ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, ഒരു ഗവൺമെൻറ് ജോലിയായി കിട്ടിയാൽ പോലും ഇവരെ ഇവരായിരിക്കും ഒരു പക്ഷേ നമുക്ക് കൺവെൻഷൻ സാക്ഷ്യം തരാത്തത്. അതാ സ്വന്തം. ഇപ്പോൾ പറഞ്ഞു വരുന്നൊരു അർത്ഥം, ആമേൻ, ഈ ആരാധന എന്ന് പറയുന്നത് യേശുവിനെ പോലെ ആകുന്ന പ്രക്രിയയാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്തന്മാരിങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ, ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ നീക്കുക നായക, നിൻ സമ്പൂർണത. അയ്യോ ആമേൻ. ആ പാട്ട് കേട്ടോ നിങ്ങൾ? ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ. മോശയുള്ള താഴ്ച എന്ന് പറയുന്നത് അറിയാമോ? മോശയുള്ള താഴ്ച മോശമായുള്ളതല്ല, മോശയാലുള്ള താഴ്ച. മോശയാലുള്ള താഴ്ചയെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം.
ന്യായപ്രമാണത്തിന് സാധിക്കാത്തത്. പാട്ടിന്റെ അർത്ഥം ഭയങ്കര, നമ്മൾക്ക് പാടുന്നവരൊക്കെ എളുപ്പമാണ്. ആമേൻ. മോശയാലുള്ള താഴ്ചകൾ, അല്ലേ, ശൈശവപ്രായ വീഴ്ചകൾ, മോശയായുള്ള താഴ്ചകൾ എല്ലാം നീക്കിയിട്ട് ഒരു സമ്പൂർണത എന്നിൽ തരാൻ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് സാധിക്കാത്തത്, മനുഷ്യർക്ക് സാധിക്കാത്തത്, പ്രാർത്ഥനയാൽ സാധിക്കാത്തത്, ലോകത്തിൽ അവൻ പ്രവർത്തികളാൽ സാധിക്കാത്തത്, അവൻ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സാധ്യമാക്കുന്നതിന്റെ പ്രക്രിയയാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ അവൻ ശൈശവപ്രായ വീഴ്ചകളെ മാറ്റി, മോശയായുള്ള താഴ്ചകളെ മാറ്റി, അവൻ സർവ്വ വീഴ്ചകളെയും നീക്കി, അപൂർണതകളെ നീക്കി ഒരു പൂർണ്ണതയിലേക്കുള്ള പ്രവേശനത്തിന്റെ പേരാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ആമേൻ പകൽക്കാലം ഞാൻ പറയാം, ആമേൻ, ഈ ആരാധന എന്നുള്ളത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ആരാധന. അതുകൊണ്ട് അതെങ്ങനെയെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. എനിക്ക് ആ പദം വായിച്ചപ്പോൾ ഞാനൊന്ന് ചിന്തിക്കൂ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ഇന്നത്. അതെന്താ ഇന്നത്? ദൈവഹിത ഇന്നത് എന്ന് തിരിച്ചറിയാൻ, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നതാണ് ആരാധന. ദൈവത്തിന്റെ ഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന്, അല്ല, ദൈവത്തിന് എന്തുണ്ട്? ഒരു ഹിതമുണ്ട്. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ ഇത് വായിച്ചത് കൊണ്ട്, പുസ്തകം വായിച്ചുകൊണ്ട് തിരിച്ചറിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രസംഗം കേട്ടത് കൊണ്ടായില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ കഴിയൂ. 2, മനസ്സ് പുതുക്കുകയും വേണം, രൂപാന്തരം സംഭവിക്കണം. മനസ്സ് പുതുകിയവർക്ക് രൂപാന്തരമുണ്ടാകൂ എന്ന് പറഞ്ഞാൽ, ഇന്നലെ നീ നിന്റെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ജീവിക്കേണ്ടതിന് നിന്റെ കാൽച്ചുവടുകൾ മുന്നോട്ട് വെച്ചിട്ട് ദൈവഹിതം തിരിച്ചറിയുവാൻ മനസ്സൊരു പുതുക്ക സംഭവം. എന്താണെന്നറിയാമോ? എന്നെ കേൾക്കുന്ന ദൈവസഭയോട് പറയാം, നിങ്ങളുടെ മനസ്സുകൾക്കൊരു പുതുക്ക സംഭവിക്കണം. എന്താ? ഇന്നലകളിൽ കേട്ടതും ഇന്നലകളിൽ തഴമ്പിച്ചതും ഇന്നലകളിൽ മനസ്സിലാക്കിയതും അല്ല കാര്യങ്ങൾ. നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയുവാൻ ഒരു ശിശുവിനെ പോലെ മടങ്ങി വരണം. ആരാ ദൈവരായിട്ട് പ്രവേശിക്കുന്നത്? ശിശുക്കളാണോ? നോ നോ നോ. ഈ എല്ലാവരും പറയുകയാണ് ശിശുക്കൾ സ്വർഗത്തിൽ പോകും. നോ, തെറ്റാ. വാക്യം നന്നായി വായിക്കണം, അല്ലേ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുകയാണ്, തടുക്കരുത്. സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ, അവർക്കെന്നല്ല. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവർക്ക് ആർക്കും എവിടെ പോകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും അറിയത്തില്ല. അതെ, കറണ്ടേൽ പിടിച്ചാലോ വെള്ളത്തിൽ ചാടാനോ ഇതെന്താണെന്ന് അതിനറിയത്തില്ല. അതിനെ അപ്പനും അമ്മയും കുറച്ച് പഠിപ്പിച്ചെടുക്കുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ജനിക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാ വസ്ത്രം ഇടുന്ന കാര്യം. ശരിയല്ലേ? ആ വസ്ത്രം ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം നമ്മൾ വസ്ത്രം ഇടാൻ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. നമ്മുടെ വീട്ടിലെ പിള്ളേർ ഈ 5 വയസ്സായാലും 10 വയസ്സായാലും ഇവർ ഈ ഡ്രസ്സില്ലാതെ നടക്കും. ആണവനും പെണ്ണായിരുന്നു. അപ്പം അന്നേരം നമ്മൾ പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അങ്കിൾമാരാരെങ്കിലും വീട്ടിൽ വരുമ്പോൾ പറയും, മക്കളെ അങ്കിൾ വരുവാ, ഈ അങ്കിൾ വന്നിരിക്കുക മോശമാ, വസ്ത്രം എടുത്തിട്ടേക്ക്, അല്ലേ? അങ്കിളുടെ പേര് പറഞ്ഞ്, നാട്ടുകാരെ പേര് പറഞ്ഞ്, പാസ്റ്റർ പേരൊക്കെ പറഞ്ഞ് നമ്മുടെ കൊച്ചേന് വസ്ത്രം ഇട്ട് പഠിപ്പിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ കൊച്ചു നാണമൊന്നും വരത്തില്ല. അപ്പോൾ നാളെ നമ്മൾ വരുത്തി കൊടുക്കുന്നത്, നമ്മൾ പറഞ്ഞ് വരുത്തി കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിനെ വസ്ത്രം ഇടിക്കാൻ അങ്ങ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവഹിതമെന്ന് പറയുന്നത് അവൻ ഒരു ശിശുവിനെ പോലെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസവും ഇന്നലകളിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികൾക്കും അപ്പുറത്ത് ഇതിനകത്തെ ആഴങ്ങളെ പഠിക്കുവാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന പുതിയ പാഠങ്ങളല്ല, ആദ്യമേ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയെ കുറിച്ചുള്ള സ്റ്റെപ്പായി പഠിച്ച് മുന്നോട്ട് കയറി വരുമ്പോഴാണ്
ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കേട്ടറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മനസ്സെന്ത് ചെയ്യും? പുതുക്കൽ സംഭവിക്കും, അവർക്ക് രൂപാന്തരം വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ കേട്ട് മനസ്സ് പുതുക്കി രൂപാന്തരം സംഭവിച്ചവർക്ക് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റും. അല്ലാതെ ദൈവ മനസ്സും പുതുക്കാതെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും സംഭവിക്കാതെ ദൈവഹിതം അറിയാൻ നോക്കിയത് കൊണ്ടാണ് നമ്മളൊക്കെ തകർന്നു പോയത്. പ്രൈസലോ. ഞാൻ എൻ്റെ വാക്കോട് വിരാമം കുറിക്കുക. സത്യം പറഞ്ഞാൽ നിർത്താൻ തോന്നുന്നില്ല. പിന്നെ ഈ ജുബ്ബയെ പിടിച്ച് വലിച്ചു കളഞ്ഞാലോ എന്ന് വിരിച്ചിട്ട് ഞാൻ നിർത്തുക. ഞാൻ കഴിയുന്നത് ഈ നീളം കുറഞ്ഞ ജുബ്ബ ഇട്ടതിന് കാരണം എത്തിപ്പിടിച്ച് പിടിക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് സ്വത്രം ഹല്ലേലൂയ. എങ്കിലും പിടിച്ചു കളയും, അതുകൊണ്ട് ഇരിക്കാം. അതുകൊണ്ട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ ദൈവവചനം എങ്ങനെ പറയുന്നു? ഞാൻ അവസാനം വായിച്ചു നിർത്താം. എഫേസ്യർ 4:1 പറയുകയാണ്, വിളിക്ക് യോഗ്യതയുള്ളവരായിരിക്കണം. ഇത്രയും പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യരാകണം. അതിന് ദൈവഹിതം തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരം സംഭവിക്കണം. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രിയിൽ എന്നെ ഈ പകൽക്കാലിൽ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ ആത്മീക ജീവിതത്തിനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും ആത്മീക ജീവിതത്തിന് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ അവൻ മുന്നോട്ട് ചലിക്കാൻ സാധ്യമുള്ളൂ. ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാതെ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തേണ്ടതിന് ഇന്ന് മുതൽ ഈ 2026 പ്രാരംഭ മാസം പ്രാരംഭ ആഴ്ചയിൽ ഈ 4-ാമത്തെ തീയതിയിൽ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരുത്തി, കർത്താവേ, എൻ്റെ പിതാവാം ദൈവം സ്വർഗത്തിൽ എടുത്തതായ തീരുമാനം, എൻ്റെ ദൈവമേ, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അങ്ങ് ഹൃദയത്തിൽ ആരംഭിച്ച അങ്ങയുടെ യഥാർത്ഥ ഹിതത്തിന്റെ മർമ്മം അങ്ങ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അറിയിച്ചതുപോലെ എന്നെയും ഒന്ന് അറിയിക്കണമേ. നമ്മുടെ സഭാപിതാക്കന്മാരായിരിക്കുന്ന ബഹുമാന്റെ കർത്താവിന്റെ ദാസന്മാരിലൂടെ ഒരു പുതിയ ജനറേഷൻ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഗ്ലോബൽ മിഷൻ ഇന്ത്യയുടെ പ്രവർത്തനം എവിടെയാണോ വീണുടഞ്ഞു പോയോ അവിടെ അതിന്റെ ശക്തിയോടുകൂടെ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അടുത്ത വർഷങ്ങളിൽ ഇതിലേറെ വലിയ ഹാളുകൾ ബുക്ക് ചെയ്തിട്ട് ഇരിക്കുവാൻ കഴിയാതെ വണ്ണം ആത്മാക്കളുടെ വലിയൊരു പ്രവാഹവുമായി അവയെ ശുശ്രൂഷിക്കാൻ സമയം തികയാത്തതുപോലെ ദിവസങ്ങളുടെ എണ്ണം നീട്ടി അവൻ 4 ദിവസങ്ങളല്ല ആഴ്ചകൾ നീട്ടിക്കൊണ്ട്, ഹല്ലേലൂയ, ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് ഗ്ലോബൽ മിഷൻ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ശക്തിയോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാ. ഇന്ന് പകൽക്കാലം ഒരു പ്രവചന ദൂത് എന്ന വണ്ണം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, എന്നെ നീ ഇതിനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനം ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ അകത്തുപ്പെടുത്തിയാട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെ നീ ഇതിനായി ഉപയോഗിക്കണമേ. തകർന്ന മതിലുകളെ പണിയുക. ഇന്നലെ കേട്ടതുപോലെ ശെരുബ്ബാബേലിന്റെ മഹാപർവ്വതമേ, എന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ സമഭൂമിയായി മാറ്. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് മുമ്പിൽ തടങ്കൽ പാറകളായി നിൽക്കുന്ന സകല പർവ്വതങ്ങളും ശെരുബ്ബാബേലിന്റെ മുമ്പിൽ തകർന്നു മാറിയതുപോലെ യേശുവിന്റെ നാമത്തിൽ സർവ്വ പർവ്വതങ്ങളെയോ പർവ്വത സമാനമായ സകല പ്രതികൂലങ്ങളെയോ തകർത്ത് മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തി ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ദൈവത്തിന്റെ Holy Spirit, the wealth of Holy Spirit, fill up with your power, take complete control in mighty God, യേശുവിന്റെ നാമത്തിൽ. Oh, hallelujah. ദൈവശക്തിയുടെ അളവില്ലാത്ത കൃപകൾ ഈ ദിവസം മുതൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ വ്യാപരിക്കട്ടെ. തകർച്ചകൾ മാറ്റി പുതുക്കത്തിന്റെ കെട്ടപ്പെട്ട വേലികളെ പൊളിച്ച് പുതിയ നാമ്പുകളായി നാം ഉയർത്തെഴുന്നേൽക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ആണ്ടുകളിലെ ആരംഭം മുതൽ ഇന്നുവരെയും നമ്മൾ നടത്തും. ഈ വർഷം മുതൽ സമൂഹങ്ങളൊക്കെ എതിരായിരുന്നാലും നാം ഉയരും. പ്രൈസ് ദി ലോർഡ്. ഒരു ഫെനിക്സ് പക്ഷിയെ പോലെ നാം ചിറകടിച്ച് ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഉയരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രസ്ഥാനം നീണ്ടു നിവർന്ന് ഇതിൻ്റെ ആരാധനകളും കൂട്ടായ്മകളും അങ്ങ് നീണ്ട് തിരുവനന്തപുരത്തോട്ടും വരണം എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീണ്ടു നിവർന്ന്
ആമേൻ, ആ പഴയ പ്രൗഢിക്കും അപ്പുറത്തേക്ക് നമ്മൾ കയറി എഴുന്നേറ്റ് നിൽക്കും. ഇതൊരു പ്രവചനവാക്യമായി നിങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൺവെൻഷനിൽ ഭാരവാഹിത്വം വഹിക്കുവാനും ഈ പകൽക്കാലം സൃഷ്ടിക്കുവാനും എന്നെ ക്ഷണിച്ച അഭിവന്ദിരായ എൻ്റെ എല്ലാ ആത്മീയ പിതാക്കന്മാർക്ക് ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ നന്ദിയും കടപ്പാടും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവനന്തപുരം ഗ്ലോബൽ മിഷൻ ഇന്ത്യ പ്രസ്ഥാനങ്ങളുടെ എല്ലാവിധമായ ആശംസകളും നന്ദി കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്ന. കർത്താവ് ധന്യമായി നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.